ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് കേട്ടോ കാശ്മീരി ബിരിയാണി. നമ്മുടെ നോർമൽ ബിരിയാണി ചെയ്തെടുക്കുന്ന അത്ര തന്നെ ടൈം വേണ്ട നമുക്കിത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കിയാലോ. ആദ്യം ഇതിലേക്ക് നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളകും അതുപോലെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചപ്പും പൊതിനും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചപ്പും പൊതിനും ചേർത്ത് കൊടുക്കൽ നിർബന്ധമല്ല, കാരണം കാശ്മീരി ബിരിയാണിയിലേക്ക് ചേർക്കലില്ല. പക്ഷെ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് നമുക്കത് ചേർക്കാതെ ഒരു ബിരിയാണിൻ്റെ ടേസ്റ്റ് തോന്നില്ല വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഒന്ന് അടിച്ചെടുക്കാനുണ്ട്. ഒരു 3 തക്കാളി ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസുള്ള 3 തക്കാളി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ആദ്യം നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നേരത്തെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ചിട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കൈമ റൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 1 കിലോ കൈമ റൈസ് വെച്ചിട്ടാണ്. നിങ്ങൾ ബസ്മതി റൈസ് വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. കൂടുതലും ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഇത് ചെയ്യല്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കൈമ റൈസ് വെച്ച് ചെയ്യുന്നത്. ഇനി ഇതിവിടെ തിളച്ചിട്ട് നമുക്ക് അരിയൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അരിയിൽ കൂടുതലൊന്നും ചേർക്കാനുള്ള, വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത ഉള്ളിയാണ് വേണ്ടത്. അതിനായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിലേക്ക് ഞാനിവിടെ ഒരു 4 വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് ഓവറായിട്ടുണ്ട് ഫ്രൈ ആയത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ എത്ര തന്നെ ഫ്രൈ ആക്കി എടുക്കണ്ട. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് മസാല പിടിപ്പിച്ച് വെക്കണം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് തൈര്, അതുപോലെ നേരത്തെ അരച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചപ്പ് പൊതിന എന്നീ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ച ചിക്കനാണ് ചേർക്കാനുള്ളത്. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ബിരിയാണി മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയാണ് ചേർക്കുന്നത് മസാലകളായിട്ട്. ഇനി ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഫ്രൈ ചെയ്ത ഉള്ളി ഒന്ന് ഇതിലേക്ക് പൊടിച്ചിട്ട് നമുക്കിതൊന്ന് മസാലയ്ക്ക് ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിലൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത് അതേ നെയ്യിലേക്ക് കുറച്ച് പട്ട, ബേ ലീഫ്, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് ചെറിയ ജീരകം എന്നിവ ചേർത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ മസാല പിടിപ്പിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് നല്ലവണ്ണം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ ഇവിടെ നിന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള വെള്ളം, നമുക്ക് റൈസ് അത്ര ഓവറായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടില്ല. അപ്പം നമുക്ക് ദമ്മിൽ കിടന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. റൈസിൻ്റെ മുകളിലായിട്ട് ഒരു 4 പച്ചമുളക് നടുകെ കീറിയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക്
കളർ ചേർക്കണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾ പാലിലൊന്ന് കലക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ അരി വേവിച്ച അതേ അടുപ്പിൽ തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ കഴിഞ്ഞിട്ട് നമുക്കിതെടുക്കാം. ഇനി റൈസിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് ബദാം ചെറുതായി കട്ട് ചെയ്തതും മുന്തിരി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാശ്മീരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലേ എന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായും വീണ്ടും വരാം.